ഹലോ ഗായ്സ്, കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നൊരു ലോങ് വീഡിയോ ആണ് ഇടുന്നത്. കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര ചൂടായിട്ടൊരു കടയിൽ കയറി. ഒരു കുഞ്ഞു കടയാണ്. അവിടെ എല്ലാ തരം ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പം ഷെയ്ക്കുണ്ട്, അവൽ മിൽക്ക് ഷെയ്ക്കുണ്ട്, ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അവൾമാർ രണ്ടുപേരും, ഒരാൾ പൈനാപ്പിൾ ജ്യൂസും ഒരാൾ സ്ട്രോബെറിയാണ് മേടിച്ചത്. ചിറ്റയുടെ വീട്ടിൽ വന്നു. അവിടെ ഞങ്ങൾ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. ഇതാണ് നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾ, താരങ്ങൾ. ഇവന്മാരിൽ ഒരാളെ കൊണ്ടുപോകാനായിട്ടാണ്. കറുത്ത പട്ടിക്കുഞ്ഞ് പെൺപട്ടിയാണ്, വെള്ള ആൺപട്ടിയാണ്. അപ്പം മിന്നുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് കറുത്ത പട്ടിക്കുഞ്ഞിനെയാണ്. പക്ഷെ അത് ആരാണ്ട് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ആ പട്ടിക്കുഞ്ഞിനെ. അത് കാരണം അവരെ ചിറ്റ തരികയില്ല. അത് കാരണം വെള്ളപ്പട്ടിയെ കൊണ്ടുപോകാനായിട്ടാണ്. അത് തന്നെയല്ല, കറുത്ത പട്ടിക്കുഞ്ഞ് പെൺപട്ടിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു പെൺപട്ടീനെ എടുക്കണ്ട, ആൺപട്ടിയെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. വെള്ളപ്പട്ടി കുഞ്ഞിനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് ലിസയാണ് അമ്മ പട്ടിക്കുഞ്ഞ്. കുഞ്ഞു പട്ടിയാണ്, വലിയ പൊക്കം വെക്കാത്ത സൈസാണ്. ഇതാണ് ഞങ്ങളുടെ ചിറ്റയുടെ വീട്. ചിറ്റയുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൂച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈയിടെ പെരപണി കാരണം പറിച്ച് കളഞ്ഞ്. എന്നാലും ഇത് കണ്ടോ, കിണറിൻ്റെ ചുറ്റും എല്ലാം നല്ല പൂച്ചെടിയെല്ലാം ചിറ്റ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനുണ്ട്, ചേട്ടായി ഉണ്ട്, പിള്ളേർ രണ്ടുപേരും ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് പട്ടിക്കുഞ്ഞിനെ എടുക്കാനായിട്ട് പോയത്. ചിറ്റയുടെ വീടിൻ്റെ മുറ്റമൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ ഒരു ചെറിയ കിണറുണ്ട്. ഞങ്ങൾ ചെന്നപ്പം മുതൽ അവന്മാരെല്ലാം ഞങ്ങളുടെ പുറകെയാണത്. അതൊന്ന് തുള്ളിച്ചാടുന്നുണ്ടോ? ഭയങ്കര കളിയാണ്. 4 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. അതിൽ ഒരെണ്ണത്തിനെ ഇന്നലെ അമ്മാവൻ്റെ മകൾ വന്നെടുത്തുകൊണ്ട് പോയി. 2 എണ്ണം വേറെ ആരാണ്ട് പറഞ്ഞു വെച്ചേക്കുന്ന. അപ്പോൾ ഈ വെള്ള പട്ടിക്കുഞ്ഞിനെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതാണ് അമ്മ ലിസ. അവളെ കൊഞ്ചിക്കാഞ്ഞിട്ട് അവൾ കിടന്നുകൊണ്ട് ഞങ്ങളുടെ നേരെ നോക്കി കുരയാ, മക്കളെ കൊഞ്ചിക്കുന്ന കണ്ടുകൊണ്ട്. ഇതാണ് ലിസ. കുരയ്ക്കുക. ചിറ്റയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. വൈക്കം, പിറവം, കൂത്താട്ടുകുളം പോണ റൂട്ടാണ്. എപ്പോഴും ബസ്സും വണ്ടിയൊക്കെ നന്നായിട്ട് ഓടുന്ന സ്ഥലമാണ്. ചിറ്റയ്ക്കെല്ലാം കൊണ്ടും സൗകര്യമാണ്. കിണറുണ്ട്, മുറ്റത്ത് തന്നെ കിണറുണ്ട്. പിന്നെ റോഡ്, എങ്ങോട്ട് പോകാനാണെങ്കിലും ബസ് സൗകര്യം എല്ലാം ഉണ്ട്. വീടിൻ്റെ മുറ്റത്തു നിന്ന് ഇറങ്ങുന്ന വഴിയിലേക്കാണ്. മിന്നൂനും പൊന്നൂനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മൂക്കെ പാണ്ടുള്ള പുള്ളിയാണ്. പക്ഷെ അതവർ തന്നുപിടിയല്ല. അവർ ചെന്നപ്പം മുതൽ ഈ പുള്ളിയാണ്. ആ പുള്ളിയാണ് എടുക്കുന്നത്. അങ്ങനെ മയങ്ങി കിടക്കുക. മിന്നുവാണ് കുഞ്ഞു പിള്ളേരെ കൊണ്ട് നടക്കുന്ന പോലെ കൈക്കകത്ത് കൊണ്ട് നടക്കുക അതിനെ. അയ്യോ, കിടക്കുന്ന കിടപ്പ് നോക്കി. ഇത് ചിറ്റയുടെ വീടിൻ്റെ അകം. കയറി ചെല്ലുന്നിടത്ത് ഹാള്, ഡൈനിങ് ടേബിളുണ്ട്. നല്ല വീടാണ്. ഇതാണ് ഞങ്ങൾ കൊണ്ടുവരാനിരിക്കുന്ന പട്ടിക്കുഞ്ഞ്. ചേട്ടായുടെ മടിയിൽ കയറി ഇരിക്കുമോ പുള്ളി, അനങ്ങാതെ.
ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. പൂച്ചയും പട്ടീനെയൊക്കെ എല്ലാവരും നന്നായിട്ട് കൊഞ്ചിക്കും. മൃഗങ്ങളെ കൊഞ്ചിക്കുന്നവരാണ്. പട്ടിയും പൂച്ചയും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരാണ് തിന്നാൻ തുടങ്ങും. ഇതാണ് റോഡ്. ആ കാണുന്നത് കണ്ടം, അവിടെ ഒരു തോടും ഉണ്ട് കേട്ടോ. ഇതാണ് പഴയ ഷാപ്പ്. അവിടെ ഒരു പഴയ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നു പണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അവളെ കൈ ഇരിക്കുന്ന നോക്കി കൊഞ്ചിക്കുമ്പോൾ, അയ്യോ കുഞ്ഞു പിള്ളേർ കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് നോക്കി. അവൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോവുക. ഇതാ ലിസ, അമ്മ. നമ്മളുടെ കുഞ്ഞുങ്ങളാണ് 4 പേരും. ചിറ്റ പാല് കൊണ്ട് കൊടുത്തപ്പോൾ 4 പേരും കൂടെ വന്ന് നിന്ന് കുടിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 പേര് പോയി അമ്മയുടെ പാല് കുടിക്കുന്നുണ്ടോ. കൊണ്ടുപോകുന്ന പട്ടിക്കുഞ്ഞാണ് ഈ നിന്ന് കുടിക്കുന്നത്. ഞങ്ങൾ കൊണ്ടുവരാനിരിക്കുന്നത്. അമ്മേനെ പാല് കുടിക്കാൻ സമ്മതിക്കുകയില്ല. അവളെന്ത് ചെയ്തുകൊണ്ട് 2 പേര് ശല്യം ചെയ്യുന്നു നോക്കി. ചവട. പുള്ളി അവസാനമായിട്ട് അമ്മയുടെ പാല് കുടിക്കുകയാണ്. ഈ പുള്ളീനെയാണ് ഞങ്ങൾ കൊണ്ടുവരാനിരിക്കുന്നത്, ഈ വെള്ളപ്പട്ടി കുഞ്ഞിനെ. വേർപിരിയുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. ഓ ചവിട്ടി. എല്ലാം കൂടെ വഴക്കുണ്ടാക്കുക. അമ്മയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങി. സങ്കടമാണ് പുള്ളിക്ക്. ചിറ്റി ഒരു കൂടിനകത്തൊക്കെ ഇട്ട് കൊടുത്തു. തലയൊക്കെ വെളിയിലേക്ക് ആക്കി വെച്ചു. സങ്കടപ്പെട്ടിരിക്കുക അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന്. ചിറ്റയ്ക്കും ഭയങ്കര സങ്കടം, അങ്കിളിനും ഭയങ്കര സങ്കടമാണ്. അവൻ കരയുക അമ്മയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന്. യാത്ര പറഞ്ഞ് പോവുകയാണ് അമ്മയുടെ അടുത്തുനിന്ന്. ചിറ്റ അങ്കിളും ചിറ്റയാണെങ്കിൽ പട്ടിക്കുഞ്ഞിനെ സങ്കടമായിട്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ പട്ടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോന്നു. പൊന്നുക്കുട്ടിയാണ് പട്ടിക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ. മിന്നുക്കുട്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചാടിപ്പോയാലോ. അങ്ങനെ വണ്ടിയെ കയറുവാണ്. ഇതാണ് ചിറ്റയുടെ വീട്. നല്ല വഴിയരിയിൽ തന്നെയാണ് ചിറ്റയുടെ വീട്. സൂപ്പർ വീടാണ്. ചിറ്റയ്ക്ക് പിന്നെയും സങ്കടം വന്നിട്ട് ചിറ്റ പിന്നെയും ഉമ്മ കൊടുക്കുക പട്ടിക്കുഞ്ഞിന്. അങ്ങനെ മുത്തോലപുരത്തുനിന്ന് ഞങ്ങൾ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് പോരുകയാണ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ആ കനാലിൽ കൂടെ വെള്ളം തുറന്നു വിട്ടത് കാണാൻ വേണ്ടി ഞാനും മിന്നുക്കുട്ടി ഇങ്ങനെ ഇവിടെ കയറി നിൽക്കുക. മുത്തോലപുരത്തൊരു കനാലുണ്ട്, അതായി കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തി. പുള്ളി പോകുന്ന വഴി ഒന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് കിടക്കുവാണ്. വെള്ളം കൊടുത്തിട്ട് കുടിച്ചൊന്നുമില്ല. ഇനി നമ്മൾ പട്ടിക്കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. കുളിപ്പിക്കാൻ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു ഒറ്റ ഓട്ടം പുള്ളി. ഞാൻ അതിൻ്റെ പുറകെ ഓടുന്ന ഭാഗമാണ് ഇത്. ഓടി ഞാൻ വീടിന് സൈഡിലിട്ട് പിടിച്ച് പുള്ളിയെ കൊണ്ടുവന്ന് കുളിക്കാൻ. രണ്ടാമത്തെ ട്രിപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ പുള്ളി അനങ്ങിയില്ല കേട്ടോ. ഇന്ന് തന്നു. പോകുന്ന വഴി നമ്മൾ സോപ്പൊക്കെ മേടിച്ചോണ്ടാണ് പോകുന്നത്, പുള്ളിക്കുള്ള ചെള്ള് പോകാനുള്ള. കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുക്കുവാണേ. അപ്പടി ചെള്ള കുളിപ്പിച്ച് ബെൽറ്റും പുള്ളിക്കുള്ള സോപ്പും ഒക്കെ പ്രത്യേകം മേടിച്ച് ഒഴുകുന്നു ഞങ്ങൾ. വിറയ്ക്കാൻ തുടങ്ങി ഛർദ്ദിച്ചതും കൂടെ കാരണം.
മൃഗങ്ങളാണേലുമേ യാത്ര ചെയ്യുമ്പോൾ ഛർദി, അതിന് ഇവളുമാരെന്നെ കളിയാക്കാം അമ്മച്ചിയുടെ കൂട്ടാ. ഞാനും വണ്ടിയെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അതുപോലെ തന്നെയാണ് പട്ടിക്കുഞ്ഞും അമ്മച്ചിക്കൊരു കൂട്ടായെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുളിപ്പിച്ച് തോർത്തി എടുക്കുവാണ്. സുന്ദരനായി, സുന്ദരക്കുട്ടനായി വരുന്ന സൂപ്പറായി. ഞങ്ങളുടെ വീട്ടിലാണ് ഇവൻ ജീവിക്കുന്നത്. അമ്മയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ സങ്കടം പുള്ളിയുടെ മുഖത്തുണ്ട്. പട്ടിയാണേലും മൃഗങ്ങളാണേലും അമ്മമാരുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോരുമ്പോൾ ഒരു വിഷമമല്ലേ നമുക്കാണേലും. തോർത്തി അങ്ങനെ മണിയൊക്കെ കെട്ടി കഴുത്തിലൊരു ബെൽറ്റൊക്കെ ഇട്ട് ഞങ്ങളുടെ സിംബ എന്നാണ് ഞങ്ങൾ പേരിട്ടത്. ഞങ്ങളുടെ സിംബ ഇനി ഞങ്ങളുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.